الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സൃഷ്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആലമുകളാണ്. ആലമുകളുടെ റബ്ബാണ് അല്ലാഹു തആല, റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമുകളുടെ റബ്ബാണ് അല്ലാഹു തആല. ഏതാണ് ഈ ആലമുകൾ? മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നത് 4 ലോകങ്ങളെ സംബന്ധിച്ചാണ്. ആ 4 ലോകങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടവരും അഭിമുഖീകരിക്കേണ്ടവരുമാണ് മനുഷ്യരായ നമ്മൾ. ഒന്നാമത്തെ ലോകം ആലമുൽ അംറാണ്. ആലമുൽ അംർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നടപടിക്രമങ്ങളെ പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ലോകമാണത്, തദ്ബീറിൻ്റെ ലോകം. അല്ലാഹു അവൻ്റെ ഏർപ്പാടുകളെ ക്രമീകരിക്കുന്നത് ആലമുൽ അംറിൽ വെച്ചാണ്. ആലമുൽ അംറിനെ 2 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഗൈബുൻ അസ്ലി, അടിസ്ഥാനപരമായ അദൃശ്യത, അസ്ലിയായ അദൃശ്യത. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു അല്ലാത്ത ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത ലോകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത ലോകം ഇന്നും
ഒരു ധാരണയുണ്ട് അള്ളാഹു എല്ലാ ഇൽമും അള്ളാഹിന്റെ റസൂലിന് കൊടുത്തിട്ടുണ്ട് എന്ന്. ഇല്ല, ആവശ്യമുള്ള ഇൽമു മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി. അല്ല, ഉറങ്ങാൻ കിടക്കുമ്പോഴല്ല, എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദുആയിൽ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളൊരു രീതി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അള്ളാഹുവേ ഞാൻ നിന്റെ അടിയാനാണ്. ഇബ്നു അബ്ദിക്, ഞാൻ നിന്റെ അടിയാന്റെ മോനാണ്. ഇബ്നു അമത്തിക്, ഞാൻ നിന്റെ അടിയാത്തിയുടെയും മോനാണ്. അടിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ബാപ്പ, അടിയാത്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉമ്മ. ഇവിടെ റസൂലുള്ളാഹി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അബ്ദ് അമത്ത് എന്നാണ്. അബ്ദ് പുർലിംഗമാണ്, അമത്ത് സ്ത്രീലിംഗമാണ്. അബ്ദ് അടിയൻ, അമത്ത് അടിയാത്തി. അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ അടിയാനാണ്. ഒന്നാമതായി അള്ളാഹിന്റെ മുമ്പിൽ തന്റെ അടിമത്വം വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി ഇബ്നു അബ്ദിക്ക്, നിന്റെ അടിയാന്റെ മോനാണ്, നിന്റെ വെറും ഒരു അടിമയുടെ മകനാണ് ഞാൻ. വബിനു അമത്തിക്ക്, ഒരു അടിയാത്തി പെണ്ണിന്റെ മോനാണ് ഞാൻ. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമ ദുനിയാവിൽ എത്ര വലിയവനായാലും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള വാചകത്തിന്റെ രീതിയാണ് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നത്. നാസിയത്തി ബിയദിക്, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലും ഫിയ ഖലാഉക്, നിന്റെ സകല നടപടികളും വിധികളും, നിന്റെ സകല തീരുമാനങ്ങളും, നിന്റെ ജഡ്ജ്മെന്റ് മുഴുവനും എൻ്റെ കാര്യത്തിൽ വളരെ നീതിവത്താണ്. ഒരിക്കലും അനീതി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നീ നീതിയാണ്, അതിലാണ് നീ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിൽ വൽ ഇഹ്സാൻ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നിന്റെ നീതിയാണ്. നീ നീതി മാത്രമേ എൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കുകയുള്ളൂ. അതിലും ഫിയ ഖലാഉക്, നിന്റെ ജഡ്ജ്മെന്റ് എൻ്റെ കാര്യത്തിൽ 100% നീതിയുക്തമാണ്. മാദിൻ ഫിയ ഹുക്മുക്, അല്ലാഹുവേ നിന്റെ ഏർപ്പാടുകളൊക്കെ എൻ്റെ കാര്യത്തിൽ നടന്നു കഴിഞ്ഞു. നിന്റെ ഏർപ്പാടുകളൊക്കെ ഞാൻ ഒന്നിപ്പം വിശദീകരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചത് ബൃഹത്തായ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ വളരെ ചെറിയ ജീവിതകാലത്തിനുള്ളിൽ അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല. മാ അറഫിനാക്ക, അള്ളാഹുവിനോട് നാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം, അള്ളാഹുവേ മാ അറഫ് അബ്ദിനാക ഹഖ ഇബാദത്തിക്, നിന്നെ അനുസരിക്കേണ്ട രീതിയിലൊന്നും അനുസരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അള്ളാഹ്. ഒമാ അറഫിനാക ഹഖ മഅരിഫത്തിക്, നിന്നെ അറിയേണ്ട രീതിയിലൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണത്. അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണത്. മാ അബ്ദിനാക ഹഖ ഇബാദത്തിക്, നിന്നെ അനുസരിക്കേണ്ട രീതിയിലൊന്നും അനുസരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒമാ അറഫിനാക ഹഖ മഅരിഫത്തിക്, നിന്നെ അറിയേണ്ട രീതിയിലൊന്നും അറിയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഈ രീതിയിൽ അറിവിന്റെ മേഖലകളിലേക്ക് നാം തുടങ്ങണം. നാം ഈ വിഷയത്തിൽ അലിഫ് ബ പോലും പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയണം. അറിയാതെ ഒരാളെ സ്നേഹിക്കുന്നതിൽ അർത്ഥമില്ല. അറിവോടുകൂടി സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം അർത്ഥവത്താകുന്നത്. അറിയാത്തവരെ പേടിക്കലാണ് പതിവ്. അള്ളാഹുവിനെ പേടിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്നേഹം പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കോപം പറഞ്ഞിട്ട് പേടിപ്പിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി സമൂഹത്തിൻ്റെ ദുശ്ചെയ്തികൾ കണ്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു. ആ സമയത്താണ് അള്ളാഹു അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചത്, എന്തിനാ മുഹമ്മദ് നബി എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബ്ബി ഇബാദി, എൻ്റെ അടിമകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, ഞാൻ ഒരുപാട് കൃപയുള്ളവനാണെന്ന് എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്ക്. അതാണ് എങ്ങനെയാണ് എൻ്റെ അടിമയെ എന്നെ പരിചയപ്പെടുത്തേണ്ടത്. ഒരു തരത്തിലും അനുസരിക്കുന്നില്ല, ധിക്കാരം മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നെങ്കിൽ വന്ന അദാബിഹു വൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ വേദനയുള്ളതായിരിക്കും എന്നും പറഞ്ഞു കൊടുത്തേക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാം അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിക്കുക. ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ച് നല്ല അറിവുണ്ടാവണം. പേടിക്കാൻ അറിവൊന്നും വേണ്ട, നല്ല തടിമുടുക്കുണ്ടായാൽ മതി. സ്നേഹിക്കണമെങ്കിൽ ഉള്ളും പുറവും അറിഞ്ഞിരിക്കണം. അറിയാതെയുള്ള സ്നേഹം അപകടത്തിൽ ചെന്ന് ചാടുന്നത് നാം ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു.
എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ മേഖലയായാലും സാമ്പത്തിക മേഖലയായാലും കുടുംബ മേഖലയായാലും ബന്ധങ്ങളായാലും നാം അറിയാതെയുള്ള ചാടിവീഴലിൽ നാം അനുഭവിക്കുന്നതൊക്കെ നാം ദൈനംദിനം കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. അത് നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് പത്രത്തിൽ വരുന്ന വാർത്തകളൊന്നും നിങ്ങൾ അറിയിക്കേണ്ടയില്ല. നമ്മളെക്കാൾ എത്രയോ മടങ്ങ് അറിയുന്നവരാണ് അക്കാര്യത്തിൽ നിങ്ങളൊക്കെ. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്നേഹമാണ്. നമ്മളോട് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടത് സ്നേഹമാണ്. അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്യും, അള്ളാഹുവേ ഇന്നി അസ്അലുക ഹുബ്ബക്, നിന്നോടുള്ള സ്നേഹം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ നബിയിക്, നിന്റെ നബിയോടുള്ള സ്നേഹത്തെയും നീ എനിക്ക് തരണം. വഹുബ്ബ അമലിൻ യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക് വഹുബ്ബ മൻ യുഹിബ്ബുക്, നീ സ്നേഹിച്ചവരെ സ്നേഹിക്കാനും എനിക്ക് നീ തൗഫീക്ക് തരണം. വഹുബ്ബ അമൽ യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക്, നിന്നെ സ്നേഹിക്കാൻ, നിന്റെ മഹബത്ത് നിലനിർത്താൻ ഏത് അമലാണോ ഞാൻ ചെയ്യേണ്ടത് ആ അമൽ നീ എനിക്ക് അടുപ്പിച്ച് തരണം. അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. പിന്നെ അള്ളാഹിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഞാനും അള്ളയും തമ്മിലുള്ള സ്നേഹത്തിന് വല്ല കുഴപ്പവും പറ്റിപ്പോകുമോ എന്നുള്ള പേടി. എന്താണ് ആ പേടി? അള്ളാഹിൻ്റെ സ്നേഹം എനിക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി. ആ പേടി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കണ്ടിട്ടില്ലേ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നതും പരസ്പര സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുത്തുകളെ ഒന്നും പേടിച്ചിട്ടൊന്നുമല്ല. വെറുത്ത ജീവിതം തീർന്നില്ലേ? സ്നേഹം കൂടിക്കൂടി വന്നെങ്കിലേ രസമുള്ളൂ ജീവിതത്തിന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഷ്റഫുൽ ഖൽഖ് ചോദിക്കാൻ നമ്മളോട് പറയുകയാണ്, മാദിൻ ഫീ ഹുക്മുക്, നിന്റെ നടപടിയും നിന്റെ തീരുമാനങ്ങളും എല്ലാം എൻ്റെ കാര്യത്തിൽ നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നു, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കൊരു പരാതിയോ അതിലില്ല. കാരണം നീതിയല്ലാതെ നിന്റെ ഭാഗത്തുനിന്ന് വരൂല. ഞാനാവട്ടെ അനീതിയുടെ ആകത്തുകയാണ് ഞാൻ. നിന്റെ ഭാഗത്തുനിന്ന് സ്നേഹമല്ലാതെ വരികയില്ല, എൻ്റെ ഭാഗത്തുനിന്ന് അനുസരണക്കേടല്ലാതെ അതും വരൂല. അള്ളാഹു അടിമീൻ നമ്മളെ സംഭാഷണമാണ്. എന്തിനാണ് കൂട്ടരെ അള്ളാഹുവിൻ്റെയും നമ്മളെ ഇടയിൽ വേറെ ഒന്ന്? ലോകം മുഴുവനും മലീമസമായിരിക്കുകയാണ്. ഷീഈ വിഭാഗത്തിന് മരിച്ചുപോയ മഹാന്മാരും സലഫി വിഭാഗത്തിന് ജീവിച്ചിരിക്കുന്ന ജിന്നുകളും കൂടി ആകെ യുദ്ധത്തിന് ദുനിയാവ്. ഭൂമിൻ്റെ ഇങ്ങേത്തല മുതൽ അങ്ങേത്തലം വരെ യുദ്ധം. ആ യുദ്ധത്തിന് രണ്ട് കാരണങ്ങൾ: ഒന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരും, ഒന്ന് മരിച്ചുപോയ മഹാന്മാരും, മറ്റേത് ജീവിച്ചിരിക്കുന്ന ജിന്നുകളും. ഇത് രണ്ടും കൂടി ഏറ്റുപിടിച്ച് നടന്നിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ആകെ മലീമസമായിരിക്കുകയാണ് മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ പോലും. പിന്നെയാണോ മുശ്രിക്കീങ്ങളുടെ കാര്യം? അതുകൊണ്ട് വിട്, ഇഹ്സാന്റെ ദർജയിലേക്ക് വാ. നാം ഇഹ്സാന്റെ ദർജയിലേക്ക് വാ. ഇസ്ലാമിൻ്റെയും ഈമാൻ്റെയും, ഇസ്ലാം എന്ന പ്രൈമറി സ്കൂളും ഈമാൻ എന്ന സെക്കൻഡറി സ്കൂളും കടന്ന് ഇഹ്സാൻ എന്ന ഫൈനൽ സ്കൂളിലേക്ക് വാ. എന്താണ് ഇഹ്സാൻ? അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ് ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതാണ് ഇഹ്സാൻ. നിന്റെ മുമ്പിൽ അള്ളാഹു നിൽക്കുന്നുണ്ട് എന്ന ബോധത്തോടെ നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. അത്രയും വലിയ ദർജയിൽ നീ എത്തിയിട്ടില്ലെങ്കിൽ, നീ അള്ളാഹിനെ കാണുന്നില്ല, ആ ദർജയിൽ എത്തിയിട്ടില്ലെങ്കിൽ, ഇന്നഹു യറാക്ക്, നിന്നെ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ദർജയിലേക്ക് നീ എത്തണം. അപ്പം നിന്റെയും എൻ്റെ ഇടയിൽ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ. അനുവദിക്കപ്പെട്ട അസ്ബാബുകൾ പോലും അള്ളാഹുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇടയ്ക്ക് വരാൻ പാടില്ല. ആശുപത്രി കണ്ടിട്ട് സൂക്കേട് മാറാൻ അള്ളാഹിനോട് ദുആ ചെയ്യണ്ട. ഒന്നും കാണണ്ട മനസ്സിൽ. ദുആന്റെ കാര്യത്തിൽ പിന്നെ ഒന്നും ഇടയ്ക്ക് വരാനില്ല. കച്ചവടം കണ്ടിട്ട് ബർക്കത്തിന് വേണ്ടി ഒന്നും വെക്കണ്ട. ബർക്കത്തും ചോദിക്കുമ്പോൾ നമ്മളെ അള്ളാഹിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാകാൻ ഒന്നിനും വെക്കണ്ട. മനസ്സിൽ കച്ചവടവും വെച്ചിട്ട് പുറത്ത് അള്ളാഹുവെ ബർക്കത്ത് ചെയ്തല്ലോ. മനസ്സിൽ വെച്ചതാ എൻ്റെ കച്ചവടം അഭിവൃദ്ധിയായ ബർക്കത്തായല്ലോ എന്ന്. വേണ്ട. അള്ളാഹുമായിട്ട് ചോദിക്കുന്ന വിഷയത്തിൽ അങ്ങനെ അസ്ബാബുകളെ തഅല്ലുഖ് ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെ അള്ളാഹിൻ്റെ ഇടയിൽ വേറെ ഒന്നും വേണ്ട. അതാണ് അംബിയാ മുർസലീങ്ങൾ പഠിപ്പിച്ച രീതി, അല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിൽ നിന്ന് എത്ര കൂളായിട്ടാണ് ആ മരത്തിൻ്റെ ചോട്ടിൽ പോയി ഇരുന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നത്. എന്താ അള്ളാഹിനോട് പറഞ്ഞത്? ഈ ഏറും ഈ മുറിയും ഈ കാലിലെ ചോരയും എനിക്ക് ഇതൊന്നും, എൻ്റെ ഈ ആട്ടി പറഞ്ഞേക്കനും ഈ ചീത്ത ഇതൊന്നും എനിക്ക് വിഷയമല്ല. ലാ ഉബാലി, എനിക്കതൊന്നും പ്രശ്നമല്ല. നീ എൻ്റെ ഭാഗത്ത് ക്ലിയറായിട്ടുണ്ട്. നിന്റെ ഏർപ്പാടുകളാണ് ഇതൊക്കെ എങ്കിൽ ഞാൻ ഈ ദഅവത്തിൻ്റെ വഴിയിൽ ഇതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാനൊരു മനുഷ്യൻ എന്ന നിലക്ക് അഷ്കു ഇലൈക്ക്, നിന്നോടൊരു പരാതി ഞാൻ പറയുന്നു. ഞാനൊരു പരാതി പറയുന്നു നിന്നോട്. കില്ലത്ത ഹീലത്തി,
ഞാനൊരു തന്ത്രം കുറഞ്ഞവനാണ്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽക്കാ പറയുന്നത്. കില്ലത്തെ ഹീലത്തി, എനിക്ക് വലിയ തന്ത്രവും മിടുക്കൊന്നുമില്ല. എനിക്ക് കൂവത്തി, എനിക്ക് വലിയ ആരോഗ്യവും അതുമില്ല. ഞാനൊരു ബലഹീനനാണ്. എനിക്ക് തന്ത്രവും ഇല്ല, എൻ്റെ തടിക്ക് ആരോഗ്യവും ഇല്ല. അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണ് നീ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ, ലാ ഉബാലി. പക്ഷെ എനിക്കൊരു ഒരു വിഷമം. ഇലാ മൻ തക്കിലുനി ഇലാ അദുവ്വിൻ യഹ്ജുമുനി, നീ എന്നെ ആരെയാണ് നീ ഏൽപ്പിക്കാൻ പോകുന്നത്? എന്നെ നീ ആരെയാണ് ഏൽപ്പിക്കുന്നത്? അല്ലാഹുവേ, എന്നെ പരിഹസിച്ച് തള്ളുന്ന ശത്രുവിൻ്റെ കയ്യിലേക്കാണോ നീ എന്നെ കൊടുക്കുന്നത്? അതോ ഒരു പരിഗണനയും നൽകാത്ത കുടുംബക്കാരുടെ കയ്യിലേക്കാണോ നീ എന്നെ കൊടുക്കുന്നത്? അങ്ങനെയൊന്നും നീ ചെയ്യണ്ട. നീ എന്നെ ഏറ്റാൽ ഞാൻ ഇതൊക്കെ സഹിക്കും. ഈ രക്തം കാലിന് തുടച്ചുകൊണ്ടാണ് ഇത് പറയണത്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഒന്നിച്ചുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ് കരയാണ് ഒന്നിച്ച് അവിടെ ഇരുന്നിട്ട്. അഷ്റഫുൽ ഖൽക്കിന്റെ നേരെ വരുന്ന ഏറുകളൊക്കെ സെയ്ദ് ബിൻ ഹാരിസ് തടഞ്ഞു. സെയ്ദ് ഹാരിസിന്റെ തലക്ക് ഏറുകൊണ്ട് മുറിഞ്ഞു. ഒരു കൈ കൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ് അവരുടെ തലന്റെ രക്തം തുടക്കുന്നു, മറ്റേ കൈ കൊണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ കാലിൽ നിന്നൊലിക്കുന്ന രക്തം തുടക്കുന്നു. ഈ സന്ദർഭത്തിനാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്യുന്നത്? ബാമനെ നമുക്ക് പോവാം, പോറ്റുമോനാണല്ലോ സെയ്ദ്, നമുക്ക് പോവാം, നാട്ടിലേക്ക് പോകാം. അവിടെ നടക്കാൻ തുടങ്ങി. ഒന്നുമില്ല, വാഹനമൊന്നുമില്ല, ഒട്ടകമില്ല, കുതിരയില്ല, ഒന്നുമില്ല, കാൽനട. ഹബീബായ മുത്ത് തൈഫിലേക്ക് പോയത് കാൽനടയായിട്ടാണ്. ആരും അറിയണ്ട, ആരും മനസ്സിലാക്കണ്ട, മക്കാരറിയാൻ പാടില്ല. വളരെ രഹസ്യമായിട്ടാണ് പോക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു രീതിയുണ്ട്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ശത്രുക്കൾ കാണുന്നുണ്ട്, വഴി മാറി സഞ്ചരിക്കും. കിഴക്കോട്ടാണ് ലക്ഷ്യമെങ്കിൽ പടക്കോട്ടാണ് ആദ്യം, പടിഞ്ഞാറോട്ടാണ് നടക്കുക. റസൂലുള്ളാഹി തങ്ങൾ കുറേ നടന്നിട്ട് തിരിഞ്ഞു നോക്കി ആരും കാണുന്നില്ല എന്ന് വളഞ്ഞിട്ട് കിഴക്കോട്ട് പോകും. അങ്ങനെയാണ് യാത്ര. സെയ്ദ് ബിൻ ഹാരിസിനെയും കൂട്ടിയിട്ട് തായിഫിലേക്ക് പോയതും അങ്ങനെയാണ്. ഒരുപാട് ആളൊഴിഞ്ഞ സ്ഥലത്തൂടെ നടന്നു. ആർക്കും സംശയം തോന്നാൻ പാടില്ല. ഉപ്പയും മോനും, പോറ്റുമോനാണല്ലോ സെയ്ദ്. ഉപ്പയും മോനും എവിടെയോ പോകുന്നുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ഖുറൈശികൾ അറിഞ്ഞാൽ അതവർ പിറകെ ജാസൂസുകളെ വിടും, രഹസ്യാന്വേഷകന്മാരെ വിടും, എടുത്തൊക്കെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയതാ. പോവാന് നമുക്ക് തിരിച്ചു പോവാം. അവിടുന്ന് ശൈബത്തിൻ്റെയും ഉത്തുബത്തിൻ്റെയും ഈത്തപ്പഴവും വാങ്ങി, ഗൈനക്രബിലെ കഥയാണ്. അപ്പോൾ കഥ ചരിത്രം പറയുമ്പോൾ നീണ്ടുപോകും. ആ ഈത്തപ്പഴവും തിന്ന് കുറച്ച്, ആ മുന്തിരിയും തിന്ന് കുറച്ച് രാഹത്തായി അവിടെ നിന്നാണ് നടക്കുന്നത്. കുറേ അങ്ങോട്ടെത്തി. രാത്രിയായപ്പോൾ സെയ്ദ് ബിൻ ഹാരിസിനോട് പറഞ്ഞു, മോനെ ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ ഹബീബായ മുത്ത് നിസ്കരിക്കാൻ മുസല്ല വിരിച്ചു വഴിയിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ഒരുപാട് പരാതി പറഞ്ഞു. സെയ്ദ് ബിൻ ഹാരിസ് പറയുന്നു, നല്ല ഇരുട്ട്. പെട്ടെന്ന് ഇരുട്ട് കട്ടിയ കൂടി, എനിക്ക് തങ്ങളെ കാണുന്നില്ല. ആ സന്ദർഭത്തിൽ ഇന്ന് നടന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു സെയ്ദിന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. അഷ്റഫുൽക്ക് പറയാ ബാക്കി. എന്നിട്ട് എനിക്ക് സലാം പറഞ്ഞു. ഓ മുഹമ്മദ്, എന്നെ അള്ളാഹ് അയച്ചതാണ്. എൻ്റെ ഒന്നിച്ച് മലക്കുൽ ജിബാലുണ്ട്, പർവ്വതത്തെ കാക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുണ്ട് എൻ്റെ ഒന്നിച്ച്. അദ്ദേഹത്തിന് എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു. സംസാരിക്കട്ടെ. ആ മലക്കുൽ ജിബാൽ മിക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞു, ഞാൻ നബി അല്ലാഹ്, എന്നെ അള്ളാഹ് അയച്ചതാണ്. നിങ്ങളെ പരാതി അള്ളാഹ് കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രയാസം അള്ളാഹ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പരാതി മറയില്ലാതെ ദർബാറിലെത്തിയിട്ടുണ്ട്. എന്നെ അയച്ചതാണ്. തായിഫിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള പർവ്വതങ്ങളെ പരസ്പരം തകിടുപൊടിയാക്കി ഈ മനുഷ്യരെ എല്ലാം വെറും ധൂളികളാക്കി കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. പക്ഷെ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട് അള്ളാഹ്, നിങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഇത് എൻ്റെ ഹബീബോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം പറയൂ നബിയെ. അള്ളാഹു താലാക്ക് മീക്കായിലൂടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, ജിബ്രീലിനോടും സംസാരിക്കേണ്ട ആവശ്യമില്ല, മലക്കിനോടും സംസാരിക്കേണ്ട, ജിന്നിനോടും സംസാരിക്കേണ്ട. നമുക്ക് സംസാരിക്കാനുള്ളത് അള്ളാഹുവിനോടാ. അഷ്റഫുൽ ഖൽക്ക് നേരെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. നിങ്ങളങ്ങനെ ചെയ്യും, നിങ്ങളിങ്ങനെ ചെയ്യുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പരാതി മലക്കുകളോടും ഇല്ല, ജിന്നുകളോടും ഇല്ല, പരമാവധി ഇൻസുകളോടും ഇല്ല, മനുഷ്യരോടും ഇല്ല. വേറെ വലിയ സംഭവമാണ്. എല്ലാവർക്കും മനുഷ്യൻ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ആ മനുഷ്യനോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അനുവദിക്കപ്പെട്ട അസ്ബാബിനെയും കൂടുതൽ പരിഗണിക്കാതിരിക്കലാണ് നല്ലത്. എന്നിട്ടല്ലേ പിന്നെ അനുവദിക്കപ്പെടാത്ത അസ്ബാബ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. ഏ അല്ലാഹ്,
ഏ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്നെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ച ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്ക്. അർജു ബിക്, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പിറകെ ഇവരുടെ മുതുകിൽ നിന്ന് കുറേ ആൾക്കൂട്ടം ജനിച്ചു വരണം. അവർ നിന്നെ മാത്രം അനുസരിക്കുന്ന മുവഹിദുകളായിരിക്കണം. ഷിർക്കിൻ്റെ ഒരംശം പോലും ചെയ്യാത്ത ഒരു സംഘം ഈ നാട്ടിൽ നിന്ന് ജനിച്ചു വരണം. ഇവരുടെ മുതുകിൽ നിന്ന് എനിക്കതാണ് ഇഷ്ടം. ഇവരെ നശിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ് അല്ലാഹുവേ? എന്ത് കിട്ടാനാണ്? ശത്രുക്കൾ നശിച്ചിട്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള ശത്രുക്കൾ നശിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അവരെ നശിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? എന്തിനാണ് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് നാശത്തിൻ്റെയും ശാപത്തിൻ്റെയും ദുആകൾ കൊണ്ട് നിറക്കുന്നത്? കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദുആകൾ കൊണ്ട് നിറക്കി. എത്ര കടുകടുത്ത ശത്രുവായാലും ശരി, അവൻ രക്ഷപ്പെടട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ആ കെയർ ഓഫിൽ നാളെ എനിക്ക് വല്ലതും കിട്ടുമെങ്കിൽ, എനിക്ക് വല്ല കമ്മീഷൻ നാളെ കിട്ടുമെങ്കിൽ എനിക്കതാണ് ആവശ്യം. അല്ലേ മുഅ്മിൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആയിൽ ഉൾപ്പെടുത്തിയ വിഷയം അതാണ്. എന്ത് നീ ചെയ്താലും എന്ത് തീരുമാനിച്ചാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. ഞാൻ പറഞ്ഞു വന്ന വിഷയം, പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ വാക്കുകളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എന്ത് പ്രയാസമായാലും ശരി, കച്ചവട സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, അടുക്കള കുടുംബ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, ഭാര്യ മക്കളെ കൊണ്ടും ഭർത്താവ് മക്കളെ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ കൊണ്ടും മതങ്ങളെ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം, മതജീർണതകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കച്ചവടം നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നിങ്ങളെ ബന്ധങ്ങൾ കൂട്ടുകാർ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, അയൽവക്കക്കാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ എന്തിനാ പരാതി മറ്റുള്ളവരോട് പറയും? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സഹോദരങ്ങളെ, പരാതി അള്ളാഹുവിനോട് മാത്രം പറയുക. നീ മഖ്ലൂക്കിനോട് പരാതി പറയരുത്. നിനക്ക് ഇഷ്ടപ്പെട്ടവരാണവരെങ്കിൽ, നിന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ പരാതി കേൾക്കുമ്പോൾ അവരെ മനസ്സ് നോവും. നീ എന്തിനാണ് അവരെ നോവിക്കുന്നത്? നിന്റെ ശത്രുക്കളാണെങ്കിൽ നിന്റെ പരാതി കേൾക്കുമ്പോൾ അവർ സന്തോഷിക്കും. നീ എന്തിനാ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്? അതുകൊണ്ട് മിത്രങ്ങളോടും നീ നിന്റെ പരാതി പറയണ്ട, ശത്രുക്കളോടും പറയണ്ട. മിത്രങ്ങളോട് പറഞ്ഞാൽ അവരെ മനസ്സിൽ വല്ലാത്ത നോവ് വരും. അവർ ചിന്തിക്കും, ഉസ്താദ് ഇങ്ങനത്തെ പ്രയാസമായല്ലോ, അല്ലെങ്കിൽ മുഹമ്മദിന്, അല്ലെങ്കിൽ അഹമ്മദിന്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന് ഇങ്ങനത്തെ പ്രയാസമായല്ലോ. അവനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ചിന്തിക്കും, എന്തിനാണ് അവൻ്റെ മനസ്സിൽ ടെൻഷൻ അടിപ്പിക്കുന്നത്? മൊയ്ലാഹെന്ന് പറഞ്ഞ വാക്കാണ്. ശത്രുക്കൾ അങ്ങനെ തന്നെ വേണം എനിക്ക്, അവൻ അനുഭവിച്ചേ പറ്റൂ. രണ്ടും നീ ചെയ്യണ്ട. നിന്റെ പരാതി നീ അള്ളാഹിനോട് പറയാൻ മതി. നിന്റെ അടുത്ത കൂട്ടുകാരോടും പറയേണ്ട പരാതി, നിന്റെ അകന്ന ശത്രുക്കളോടും പറയേണ്ട പരാതി. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് നമ്മളോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ഏ അല്ലാഹ്, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്ക് നിന്റെ പേര്, നിന്റെ നാമങ്ങളുടെ ബറക്കത്ത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബികുല്ലി ഇസ്മിൻ, എല്ലാ പേരുകളെയും, ലക് ഹുവ ലക്, നിനക്കുള്ള പേര്, നിന്റെ ദാത്തിനുള്ള പേര്, ആ പേരുകളെ മുഴുവനും മുൻനിർത്തിക്കൊണ്ട്, അതിന്റെ ബർക്കത്തുകളെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. ഇവിടെ ബികുല്ലി ഇസ്മിൻ എന്ന് പറഞ്ഞപ്പോൾ 99 പേരെ അള്ളാഹ്ക്കുള്ളൂ ചിന്തിച്ചു പോകരുത്. 99 പ്രധാനപ്പെട്ട പേരുണ്ടെന്നായ ഹദീസിന്റെ മായന. ഇന്നലില്ലാഹി ഇസ്മൻ, ഇന്നലില്ലാഹി 99 ഇസ്മാ. അള്ളാഹ്ക്ക് 99 പേരുകളുണ്ട്. ആ 99 പേരിൽ ഏത് പേര് വേണമെങ്കിലും നീ വിളിച്ചോളിൻ എന്ന് പറഞ്ഞാൽ 99 ഉള്ളൂ എന്ന് മനസ്സിലാക്കി പോകരുത്. അള്ളാഹ്ക്കിട്ട പേരിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന ഔദ്യോഗിക പേരുകളാണ്. ആ പേര് മാറ്റി വിളിക്കരുത്. പടച്ചോനേന്ന് വിളിക്കരുത്, തമ്പുരാനേന്ന് വിളിക്കരുത്. അത് അള്ളാഹ്ക്കിട്ട പേരല്ല. നമുക്ക് വേണമെങ്കിൽ നമ്മളെ കുട്ടികൾക്കോ വിദ്യാർത്ഥികൾക്കോ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഭാഷ ഉപയോഗിക്കാം. പക്ഷെ നമ്മളും അള്ളയും തമ്മിൽ സംസാരിക്കുമ്പോൾ അള്ളാഹ്ക്കിട്ട പേരെ നമ്മൾ വിളിക്കാവും. ഇങ്ങനെ രീതി മനസ്സിലായില്ലേ? അധ്യാപകൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ റഹ്മാൻ, അപ്പൊ കരുണയുള്ള എന്നൊക്കെ പഠിപ്പിക്കേണ്ടി വരും. ഖാലിക്ക്, സൃഷ്ടാവ്, പടച്ചവൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ അള്ളാഹിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. അള്ളാഹിനെ വിളിക്കുമ്പോൾ അള്ളാഹ് ഇട്ട പേരെ വിളിക്കും. അള്ളാഹു കിട്ട അള്ളാഹ് കിട്ട പേര് ഏറ്റവും നല്ല പേരാണ്. അത് ജഗന്നിയന്താവാക്കണ്ട, അതിനെ തമ്പുരാനാക്കണ്ട, അതിനെ രക്ഷിതാവാക്കണ്ട. അള്ളാഹ് കിട്ട പേര് റബ്ബേ, റബ്ബേ, റഹ്മാനെ,
റഹീമേ, ഗഫൂറേ, റഊഫേ, വിളിച്ചോളൂ. എത്ര നല്ല പേരുകളുണ്ട്. ദുനിയാവിൽ എന്തെല്ലാം പേര് പഠിച്ചു വെച്ചിരിക്കുന്ന അങ്ങ് നീങ്ങത്തുള്ള രാഷ്ട്രീയക്കാരെ പേര് മുഴുവനും കാണപ്പാടം പറയാൻ അറിയാതെ തസ്ബീഹ് വാലിയും കൂടി ഇല്ലാണ്ട് അള്ളാഹിൻ്റെ പേര് മാത്രം എന്താ അറിയാതെ പോയത്? നമ്മൾ വന്നിട്ട് ബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളവരുടെ പേരെല്ലാം നമ്മൾ പഠിക്കുന്നില്ല. ശരിക്കും അള്ളാഹിന് ആവശ്യമില്ലാത്തതുകൊണ്ട് പേരും പഠിക്കുന്നില്ല. ഇതല്ലേ മുഅ്മിനീങ്ങളുടെ അവസ്ഥ. ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്ക് നീ ഇട്ട പേര് മുഴുവനും മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അല്ലദീ സമ്മൈത ബിഹി നഫ്സക്, എങ്ങനത്തെ പേരാണത്? നിന്റെ നഫ്സിന് നീ ഇട്ട പേര്. സമ്മൈത ബിഹി നഫ്സക്, നിന്റെ നഫ്സിന് നീ ഇട്ട പേര്. ആ ഇട്ട പേരെ വിളിക്കാവും. ബാപ്പ നമുക്ക് ഇട്ട പേരെ വിളിക്കാവും. പരിഭാഷപ്പെടുത്തിയാൽ എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. മലയാളത്തിൽ പറയാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? മലയാളത്തിൻ്റെ അർത്ഥം എന്താ? ദേവദാസൻ. ചുഴലി ദേവദാസൻ പോലെ പ്രസംഗിക്കുന്നു നോട്ടീസ് അടിച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പേര് അബ്ദുള്ളാൻ്റെ പേരാണ് ഈ മാറ്റിയിരിക്കുന്നത് പരിഭാഷ. എങ്കിൽ പിന്നെ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കീടം പേര് മാറ്റിയാൽ ഞാൻ സഹിക്കൂലെങ്കിൽ എല്ലാമായ അള്ളാഹു എങ്ങനെ സഹിക്കും പേര് മാറ്റിയാൽ? അതുകൊണ്ട് ഇപ്പോൾ എല്ലാം അള്ളാഹിൻ്റെ പേരെ വിളിക്കാവും, റബ്ബീനെ വിളിക്കാവും. അങ്ങനെ ശീലിപ്പിക്കണം. മക്കൾക്കൊക്കെ, ചെറിയ മക്കൾക്ക് എന്താ ശീലിപ്പിക്കുന്ന ആൾക്കാരല്ലോ. മക്കൾക്കൊക്കെ റബ്ബി റബ്ബി എന്ന് പറഞ്ഞിട്ട്, റബ്ബി എൻ്റെ വാപ്പാനോട് ഞാനൊരു സൈക്കിൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബി നീ അത് വാങ്ങിപ്പിക്കണേ കുട്ടിയോട് പറഞ്ഞ് ശീലിപ്പിക്കണം ചെറുപ്പത്തിൽ. എനിക്കൊന്നും വേണ്ട മോനെ, എനിക്ക് വേണ്ടല്ലോ, ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലാഹു അക്ബർ. അതൊന്നും നിങ്ങളൊന്നും സങ്കല്പിച്ചു നോക്കിയാൽ. ബാപ്പ സൂട്ടേഴ്സ് എടുത്തിട്ട് പുറത്തേക്ക്, മോനെ നിനക്കെന്തോ വേണോ? എനിക്ക് വേണ്ടല്ലോ, ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. ബാപ്പ പോയേ, ബാപ്പൻ്റെ മനസ്സിൽ അള്ളാഹു തആല ഇൽഹാം ചെയ്ത് കൊടുക്കും, നിൻ്റെ മോൻ ഇന്നത് വാങ്ങിക്കോ. അത് വാങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാകുക. നിന്റെ അള്ളാഹിനോട് നീ ഇതന്നെയാണോ ചോദിച്ചത്? ബാപ്പ ഞാനിത് തന്നെയാണ് അള്ളാഹിനോട് ചോദിച്ചത്. ബാപ്പ അത് തന്നെ എനിക്ക് കൊണ്ടു തന്നു. ബാപ്പാക്കും യക്കീനായി, മോനും യക്കീനായി, മരിക്കുന്നത് വരെ ആ യക്കി മാഞ്ഞു വന്ന പ്രശ്നമില്ല. ഈ രീതിയിൽ ബന്ധമുണ്ടാകണം സഹോദരങ്ങളെ, അള്ളാഹു നമ്മളും തമ്മിൽ. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, സമ്മൈത ബിഹി നഫ്സക്, നിന്റെ നഫ്സിന് നീ ഇട്ട പേര്, ആ പേരുകൾ മുഴുവനത്തിനെയും മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നീ നിന്റെ മഖ്ലൂക്കുകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആ പേര് എനിക്ക് അറിഞ്ഞോളണമെന്നില്ല, എൻ്റെ അറിവിൽ പെട്ടിട്ടുണ്ടാവില്ല. നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ അമ്പിയാക്കൾക്കോ മുർസലീങ്ങൾക്കോ ആർക്കെങ്കിലും നീ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിനെയും ഞാൻ മുൻനിർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നു. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അത് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞു തന്നത്. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, നീ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പേര്, നിന്റെ മുഹമ്മദ് നബിക്ക് പോലും നീ പറഞ്ഞു കൊടുക്കാത്ത പേരുകൾ നിനക്കുണ്ട്. ആണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന് പോലും അറിയിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. എല്ലാ കാര്യം നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചു പോകരുത്. ആവശ്യമുള്ളത് മാത്രമേ റസൂലുള്ളാഹി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ആവശ്യമേ അള്ളാഹ്ക്കുള്ളൂ. അപ്പൊ മഖ്ലൂക്കിനെ ആർക്കും മനസ്സിലാക്കി കൊടുക്കാത്ത ഗൈബിന്റെ ലോകം, അതാണ് നാം ഗൈബുൻ അസ്ലി എന്ന് പറയുന്നത്. അള്ളാഹു ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, ഒരു വഹയിലും വിശദീകരിച്ചു കൊടുത്തിട്ടില്ലാത്ത അള്ളാഹുവിന്റെ വിശാലമായ പ്രപഞ്ചം കിടക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും നമുക്കറിയില്ല, ഇന്നും അറിയില്ല, നാളെയും അറിയാൻ പോകുന്നില്ല. ഇതാണ് ഒരു ഗൈബ്. മറ്റൊരു ഗൈബുണ്ട്, ആ ഗൈബുൻ വസ്ഫി. ഗൈബുൻ വസ്ഫി, അല്ലാഹു തആല വഹയിലൂടെ പ്രവാചകൻ അറിയിച്ചിരിക്കുന്ന അറിവുകൾ, ഗൈബുകൾ, അദൃശ്യങ്ങൾ. അതിലൊന്നാണ് ആലമുൽ അർവാഹ്. ആലമുൽ അംറിന്റെ ഒരു ഭാഗമാണ് ആലമുൽ അർവാഹ്. ആത്മാവുകളെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ്. ആലമുൽ അംറിന്റെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത, വിശാലമായ ഇന്നലകളും നാളകളും ഇല്ലാത്ത അല്ലാഹുവിന്റെ വിശാലമായ പ്രപഞ്ചം. അതാണ് ഏതാണ്ട് 10-15% വഹിയിലൂടെയും കൗനി സയൻസിലൂടെയും കിട്ടിയ മഹാപ്രപഞ്ചം. അതിന്റെ അപ്പുറത്ത് ആർക്കും പ്രവാചകന് പോലും അറിയാത്ത ലോകം കിടക്കുകയാണ്. ഈ കണക്കൂട്ടിനനുസരിച്ച് 80-85%. പിന്നെയാണ് നമ്മളാകുന്ന കീടം അഹങ്കരിക്കുന്നത് ഇടിയാവുന്നത്. അല്ലാഹു തആല വഹയിലൂടെ അറിയിച്ചൊരു ലോകം, ആലമുൽ ഗൈബിലെ വസ്ഫിയായ ലോകം, അതൊന്ന് ആലമുൽ അർവാഹ.
ഒന്നാമത്തെ ലോകത്തിന്റെ ഒരു പാർട്ട് ആലമുൽ അർവാഹ്, മറ്റൊന്ന് ആലമുത് തദ്ബീർ, അള്ളാഹു പ്രോഗ്രാം തയ്യാറാക്കുന്ന ലോകം. മലഉൽ അഅ്ല, ഉന്നത സംഘം, അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥരിലെ ഉന്നത സംഘം, അതിന് അള്ളാഹുവിന്റെ പേര് മലഉൽ അഅ്ല എന്നാണ്. ആ ഉന്നത സംഘം, ആ ഉന്നത സംഘത്തെ വെച്ചുകൊണ്ട് അല്ലാഹു തആല യുദബ്ബിറുൽ അംറ മിനസ് സമാ എന്ന ആയത്തിന്റെ അടിസ്ഥാനം അതാണ്. ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ലോകം. യുദബ്ബിറുൽ അംർ, അല്ലാഹ് ആസൂത്രണം ചെയ്യുകയാണ്. മിനസ് സമായി, ആകാശത്തിൽ നിന്ന്. ആ ആസൂത്രണം അനുസരിച്ച് നിയന്ത്രിക്കുകയാണ് ഇലൽ അർദി, ഭൂമിയെ വരെ. യുദബ്ബിറുൽ അംറ മിനസ് സമായി ഇലൽ അർദ്. അപ്പൊ ആലമുൽ അർവാഹ്, ആലമുത് തദ്ബീർ, ആലമുൽ അർവാഹില് ആദമു തൊട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ പരിശുദ്ധമായ ആത്മാക്കളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലോകം. ആലമുത് തദ്ബീർ, മലഉൽ അഅ്ല, ഉന്നത സംഘത്തെ വെച്ച് മനുഷ്യരിലേക്കും ശേഷമുള്ള മുഴുവൻ സൃഷ്ടികളിലേക്കും എന്തൊക്കെയാണോ വേണ്ടത് അത് ആസൂത്രണം ചെയ്യുന്ന ലോകം. ഇതാണ് ഒന്നാമതായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന ലോകം. എണ്ണിപ്പറയാം, ബാക്കി നമുക്ക് തുടരാം. ഗഹനമായ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് മരിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നാം അള്ളാഹുവിൻ്റെത് മാത്രമാവണം, നാം അള്ളാഹുവിൻ്റെത് മാത്രമാവണം. മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. ഒരുത്തൻ അള്ളാഹ്ക്കായാൽ, അള്ളാഹ്ക്ക് വേണ്ടിയായാൽ കാന അല്ലാഹു ലഹു, അള്ളാഹ് അവനിക്ക് വേണ്ടിയാവും. എന്നതിൻ്റെ അർത്ഥം രാവിലെ ചോദിച്ചാൽ ബൈദ്രാമക്ക് റെഡി, നോ ടെൻഷൻ. കാരണം ദർബാർ സജീവമാണ്, അല്ലാഹു ഖദീറാണ്. വഹുവ അലാ കുല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ്. തൗഹീദിന്റെ ലോവർ ക്ലാസ് ആണത്, LP സെഷൻ. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത്. തൗഹീദിന്റെ സെക്കൻഡറി സെക്ഷൻ ആണത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോഴാണ് തൗഹീദ് ഫ്ലാറ്റ് ആകുന്നത്. അവിടെ എത്താത്തത് കൊണ്ടാണ് നമുക്ക് ഈ അങ്കലാപ്പ്. എല്ലാവർക്കും അങ്കലാപ്പ്, മുഅ്മിനീങ്ങൾക്കും അങ്കലാപ്പ്, മുശ്രിക്കീങ്ങൾക്കും അങ്കലാപ്പ്, ലോകമേ അങ്കലാപ്പ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ അറിയിച്ച അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഇൽമ്, വസ്ഫിയായ ആലമുൽ ഗൈബിന്റെ ഇൽമ്. ആ ഇൽമിൽ പെട്ടതാണ് സ്വർഗ നരകങ്ങൾ, ആ ഇൽമിൽ പെട്ടതാണ് മലക്കുകൾ, ജിന്നുകൾ, ആ ഇൽമിൽ പെട്ടതാണ് ബർസഖിന്റെ ലോകം, ഖബർ മുതൽ അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ. ആ ഇൽമിൽ പെട്ടതാണ് സിദ്റത്തുൽ മുന്തഹ മുതൽ അങ്ങോട്ട് പരിചയപ്പെടുത്തി തന്ന ലോകങ്ങൾ. ഇന്ദ സിദ്റത്തിൽ മുന്തഹ ഇന്ദഹ ജന്നത്തുൽ മഅ്വ. ഇതൊക്കെ അല്ലാഹു വഹയിലൂടെ പ്രവാചകനെ അറിയിച്ചിരിക്കുന്ന ആലമുൽ ഗൈബിൽ വസ്ഫി, വഹയിന്റെ ഇൽമിലൂടെ അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു അറിയിച്ചു കൊടുത്ത ഇൽമാണ്. ഇതൊന്നാമത്തെ ലോകം. രണ്ടാമത്തെ ലോകം ആലമുദ്ദുന്യ. ആലമുദ്ദുന്യ, അതിന് നാം ഭൗതിക ലോകം എന്നർത്ഥം പറയാറുണ്ട്. അത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ആലമുദ്ദുന്യ രണ്ടും സമ്മിശ്രമാണ്, ഭൗതികവും അഭൗതികവും സമ്മിശ്രമാണ് ആലമുദ്ദുന്യ. ഒരുപടി ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വെറും ഭൗതികമാണ് ഈ ദുനിയാവ് എന്ന് പറയാൻ പറ്റുകയില്ല. ഭൗതിക സമ്മിശ്രമാണ് ഈ ഭൂമി. ഈ ഭൂമിന്റെ പുറംതൊലിക്ക് മുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലത് വഹയ് കൊണ്ട് മാത്രമേ അറിയാവൂ, അത് ഈ ദുനിയാവിൽ നടക്കുന്ന ഗൈബി കാര്യങ്ങളാണ്. ചിലത് സയൻസ് കൊണ്ട് അറിയാൻ പറ്റും, അത് ഈ ദുനിയാവിൽ നടക്കുന്ന കൗനിയായ കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. നാലാമത്തെ ലോകം ആലമുൽ ബർസഖ്. മൂന്നാമത്തെ ലോകം ആലമുൽ ബർസഖാണ്. ആലമുൽ അംർ, ആലമുൽ ദുനിയ, ആലമുൽ ബർസഖ്. ഓരോരുത്തരുടെയും മരണം തൊട്ട് ഖിയാമത്ത് നാൾ വരെ നീണ്ടു കിടക്കുന്ന ചെറിയൊരു കാലഘട്ടമാണ് ആലമുൽ ബർസഖ്. ആലമുൽ ബർസഖ് വ്യക്തിഗതമാണ്, ഓരോ വ്യക്തിക്ക് ബാധകമായതാണ്. അതുകൊണ്ട് ആലമുൽ ബർസഖ് തുടങ്ങുന്നത് സമൂഹത്തിന്റെ നാശം കൊണ്ടല്ല, വ്യക്തികളുടെ മരണത്തോടു കൂടിയാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ ബർസഖ് തുടങ്ങി. നിങ്ങൾ ഓരോരുത്തരും മരിച്ചാൽ ഓരോരുത്തരുടെയും ബർസഖ് തുടങ്ങി.
അവിടെ ബർസഖ് വ്യക്തിയാധിഷ്ഠിതമാണ്. ആലമുൽ ബർസഖ്. നാലാമത്തെ ലോകം ആലമുൽ ആഖിറ, പര്യവസാന ലോകം. അള്ളാഹുവിന്റെ ആലമുൽ അംറിൽ നിന്ന് തുടങ്ങിയ കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല അവന്റെ വസ്ഫി ഗൈബിൽ നിന്ന് തുടങ്ങിയ ആ സംവിധാനങ്ങൾ പര്യവസാനിപ്പിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ലോകം ആലമുൽ ആഖിറ. അത് ഖിയാമത്ത് നാളോടുകൂടി തുടങ്ങി സ്വർഗ നരകത്തിൽ അവസാനിക്കുകയാണ്. അത് വ്യക്തിയാധിഷ്ഠിതമല്ല, സാമൂഹ്യാധിഷ്ഠിതമാണ്. ആലമുൽ ആഖിറ എല്ലാവർക്കും ഒന്നിച്ചുള്ളതാണ്. ബർസഖ് ഓരോരുത്തർക്കുള്ളതാണ്. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് ചെയ്തിട്ട് അറിയണം, ഒരുപാട് കാര്യങ്ങൾ അറിയണം. ഞാൻ ചപ്പാച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് സമയങ്ങൾ ഞാൻ ശരിയാവില്ല. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. മരണം അടുത്തടുത്ത് വരുന്നു അല്ലേ? ചോദിച്ചില്ലേ പണ്ഡിതന്മാർ, അമ്മാ തറൈനൽ മനായ കൈഫ തൽഖുതുന ലുഖ്തം വതുൽഹിഖു ഉഖ്റാനം ബിഊലാന. മരണത്തെ നീ കാണുന്നില്ലേ? അമ്മാ തറൈനൽ മനായ, മരണത്തെ നീ കാണുന്നില്ലേ? കൈഫ തൽഖുതുന, ആ മരണം നമ്മളെ റാഞ്ചി കൊണ്ടുപോവുകയല്ലേ, നമ്മളെ റാഞ്ചി എടുക്കുകയല്ലേ മരണം. ലുഖ്തം വതുൽഹിഖു ഉഖ്റാനം ബിഊലാന, നമ്മളിൽ നിന്ന് മരിച്ചുപോയവരോടൊപ്പം നമ്മളെ എത്രയും പെട്ടെന്ന് ചേർക്കണമെന്ന മരണത്തിന് നിർബന്ധമുള്ളതുപോലെ തോന്നുന്നില്ലേ നമുക്ക്? മരിച്ചുപോയവരോടൊപ്പം ജീവിച്ചിരിക്കുന്ന നമ്മളെ എണ്ണം പൂർത്തിയാക്കാൻ എളുപ്പത്തിൽ ചെയ്തു തീർക്കണമെന്ന് മരണത്തിന് നിർബന്ധമുള്ളതുപോലെയല്ലേ മരണം നമ്മളെ റാഞ്ചിക്കൊണ്ടുപോകുന്നത്? എന്നിട്ടും നിനക്ക് ചിന്തിക്കാൻ സമയമായിട്ടില്ലേ? പണ്ഡിതന്മാർ ചോദിക്കുന്നു നമ്മളോട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായിട്ട് നേരിട്ട് കാണാനുള്ള സംരംഭങ്ങൾ ഒരുക്കണം. അതിനാദ്യം അള്ളാഹുവിനെ അറിയണം. രണ്ടാമത് അള്ളാഹിൻ്റെ സംവിധാനം അറിയണം. മൂന്നാമത് എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. മരിക്കുന്നതിന് മുമ്പ് മുഹ്സിനായി കദാലിക ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. അന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞത് ഇന്ന കദാലിക നജ്സിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല, ഇന്ന കദാലിക നജ്സിൽ മുഅ്മിനീൻ എന്നും പറഞ്ഞില്ല, ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവണം. ഭൂരിപക്ഷം നോക്കണ്ട. ഭൂരിപക്ഷം ബാത്തിലിൻ്റെ അടയാളമാണ്, ന്യൂനപക്ഷം ഹക്കിൻ്റെ അടയാളമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, കാലവും സമയവും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. കാലത്തെയും സമയത്തെയും നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. നമുക്കതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. രാത്രി പകലാകുന്നു, പകല് രാത്രിയാകുന്നു. ഈ രീതിയിൽ കാലത്തെ അല്ലാഹു നിയന്ത്രിക്കുന്നു. കാലത്തിന് വേണ്ടി സമയത്തെയും നിയന്ത്രിക്കുന്നു. കാലസമയങ്ങളെ ലോകത്തിന്റെ ചരിത്രത്തിന് അല്ലാഹു സാക്ഷിയാക്കുന്നു. അല്ലേ സംഭവം? വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. എന്താണ് കാലം? കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരുടെ സംഭവങ്ങളെ പറ്റി നിങ്ങളൊന്ന് പഠന വിധേയമാക്കണം. അപ്പൊ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം അതിൽ നിന്ന് തെളിഞ്ഞു വരും. എന്താണ് യാഥാർത്ഥ്യം? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിച്ചു മരിച്ചുപോയ മനുഷ്യരെ മുഴുവനും നാശത്തിന്റെ വിത്ത് കുത്തിയിരിക്കുകയാണ്. രക്ഷപ്പെട്ടത് 4 ഗുണങ്ങളുള്ളവർ മാത്രമേ ഉള്ളൂ. ഇല്ലല്ലദീന ആമനു, എല്ലാം എൻ്റെ അല്ലാഹു മാത്രം. വഅമിലുസ്സാലിഹാത്ത്, എന്തും ഏതും എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് മാത്രം. വതവാസൗ ബിൽ ഹഖ്, അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ മാത്രം. വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ മുഴുവനും സഹിച്ചവർ മാത്രം. അവരെ ചരിത്രത്തിന് സാക്ഷിയാവുള്ളൂ എന്നാണ് അല്ലാഹു തആല. വെറുതെ അല്ല ഇമാം ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞത് ഖുർആൻ മുഴുവനത്തിനും പകരം ഈ ഒറ്റ സൂറത്ത് മതിയെന്ന്. ഖുർആൻ മുഴുവനും പഠിക്കാൻ ഈ ഒറ്റ സൂറത്ത് പഠിച്ചാൽ മതിയെന്ന്.
കാലത്തെയും സമയത്തെയും, കാലത്തെ നയിക്കാൻ സമയത്തെ നിശ്ചയിച്ച റബ്ബ് വർഷത്തിന് 12 മാസത്തെ നിശ്ചയിച്ചു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെയും ഭൗതിക ലോകത്തെയും സൃഷ്ടിച്ച് കറക്കി വിട്ട, ചിരിച്ചുവിട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി നിശ്ചയിച്ചത് 12 മാസമാണ്. ആ ആകാശഭൂമികളെ നിർമ്മിച്ച് അതിനെ ചരിപ്പിച്ചു വിട്ട ദിവസം മുതൽ യൗമ ഖലഖസ് സമാവാതി, അന്ന് മുതൽ 12 മാസമാണ്. ഇന്നും അതിന് മാറ്റമില്ല. 12 മാസത്തിൽ നിന്ന് 4 മാസത്തെ ആദരണീയമാക്കുകയും ബാക്കി 3 മാസത്തെ അനുഗ്രഹീതമായ അനുഷ്ഠാനത്തിന് വേണ്ടി ഏർപ്പാടാക്കി തരികയും ചെയ്തു. ബാക്കി 5 മാസത്തെ അല്ലാഹു തആല ആദരവിനോ അനുഷ്ഠാനത്തിനോ അനുവദിച്ചു കൊടുത്തില്ല, സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു. ഹിക്മത്ത് അല്ലാഹു തആലക്ക് മാത്രം അറിയാം. 4 മാസത്തിൽ 1-ാമത്തെ മാസം, 7 മാസത്തിൽ 1-ാമത്തെ മാസം റജബാണ്. റജബ് ആദരവിന്റെ മാസമാണ്, അനുഷ്ഠാനത്തിന്റെ മാസമല്ല. ആ മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. മുഅ്മിനീങ്ങൾ റജബിനെ ആദരിച്ചു. മുബ്തദിഉകൾ റജബിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തതിനെ കൊളാക്കി. റജബ് 27 നോമ്പ് പോലെ, റജബിലെ പ്രത്യേക നിസ്കാരം പോലെ ആദരിക്കാൻ പറഞ്ഞതിനെ അനുഷ്ഠാനമാക്കി മാറ്റാൻ നമുക്ക് എന്ത് അവകാശമാണ്? വല്ലാഹി അത് മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന്റെ ബാത്തിലാണ്. ഒരു അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനം കണ്ടെത്തേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തനുസരിച്ചായിരിക്കണം. ഇത് അള്ളാന്റെ കൽപ്പനയാണോ? രണ്ടാമത് മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതിന്റെ കർമ്മഫലം, കർമ്മരംഗം. ഇത് മുഹമ്മദുർ റസൂൽ കാണിച്ചു തന്നതാണോ? ഒന്നാമത് അള്ളാന്റെ കൽപ്പനയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത് ആ കൽപ്പന നടപ്പിലാക്കേണ്ട രീതിശാസ്ത്രം, അതിന്റെ മെത്തഡോളജി അത് മുഹമ്മദുർ റസൂൽ ആയിരിക്കണം. ഇല്ലേ അവന്റെ ഷഹാദത്ത് ബാത്തിലായി പരിഗണിക്കും അല്ലാഹു തആല. റജബിനെ ആദരിക്കൽ മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന്റെ ഭാഗമാണ്. ആ റജബിൽ എന്തെങ്കിലും ഒരു അനുഷ്ഠാനം നിർവഹിക്കൽ മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന്റെ ലംഘനമാണ്. ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല. 2-ാമത്തെ മാസം ശഅബാൻ, ആ മാസത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ശഅബാൻ മാസം എന്തിനുള്ളതാണ്? ആദരവിന്റെ മാസമാണ് ശഅബാൻ, അനുഷ്ഠാനത്തിന്റെ മാസവുമാണ് ശഅബാൻ. 7 മാസത്തിൽ ആദരവ് ഇക്റാമ് നൽകേണ്ട മാസത്തിൽ 7 മാസത്തിൽ ഒന്ന് ശഅബാനാണ്. ശഅബാൻ മാസം പിറക്കലോടുകൂടി റമളാൻ പിറക്കുന്ന അതേ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അത് ഈമാന്റെ അടയാളമാണ്. അതോ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ അതിന്റെ മനസ്സ് ഒന്നിക്ക് നിഫാക്കിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗത്തിന്റെ അടയാളമാണ്. ശഅബാൻ ആദരവിന്റെ മാസമാണ്, ബഹുമാനത്തിന്റെ മാസമാണ്. അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, യാ റസൂലല്ലാഹ് മാ അറാ, ഞാൻ കാണുന്നില്ല തസൂബ്, അങ്ങ് നോമ്പ് നോക്കുന്നതായിട്ട്, ഷഹ്റൻ ഒരു മാസവും, ബഅദ റമളാൻ, റമളാന് ശേഷം വേറെ ഒരു മാസവും നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, ഇല്ല ശഅബാൻ, ശഅബാൻ മാസമല്ലാതെ. അങ്ങ് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഇത്ര അധികം നോമ്പ് ശഅബാനിലല്ലാതെ വേറെ നോക്കുന്നത് കാണുന്നില്ല. എന്താ അതിന്റെ കുട്ടൻസ് എന്ന് ചോദിച്ചു അനസ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിനോട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ അനസ്, ശഅബാൻ ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻ ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ഈ മാസമുണ്ടല്ലോ മോനെ, ജനങ്ങള് എല്ലാവരും അശ്രദ്ധയായി പോയിട്ടുണ്ട് ആ മാസത്തിന്റെ കാര്യത്തിൽ. എന്ത് ശരിയാണ്, കാരണം റമളാനെ കാത്തിട്ട് ശഅബാനെ മറക്കും. റമളാൻ എന്ന് പറഞ്ഞിട്ട് ശഅബാൻ ഒന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എന്താണ്? യഗ്ഫുലുൻ നാസ്, ജനങ്ങൾ ഗഫലത്തിലാവും ഈ മാസത്തെ സംബന്ധിച്ച്. റജബിന്റെയും ശഅബാന്റെയും ഇടയിലുള്ള, റജബിന്റെയും റമളാന്റെയും ഇടയിലുള്ള ശഅബാനാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുർഫഉൽ അഅമാൽ, ഒരടിമ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടും ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിൽ
ഒരു വർഷമുള്ള മുഴുവൻ ഏർപ്പാടുകളും മുഴുവൻ അമലുകളും കഴിഞ്ഞ ശവ്വാൽ 1 മുതൽ ഇന്ന് വരെ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ ദർബാറിലേക്ക്, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ ആലമുൽ തദ്ബീറിലേക്ക്, ആലമുൽ അംറിലേക്ക്, അള്ളാന്റെ ദർബാറിൽ ഹാജരാക്കുന്നത് ശഅബാൻ മാസത്തിലാണ്. മോനെ അനസ്, എന്റെ അമല് ആകാശത്തിലേക്ക് ഉയർത്തുന്നത് ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ആകാശത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആശിക്കുന്നു മോനെ. അതുകൊണ്ടാണ് ഞാൻ ശഅബാൻ ഇത്രയും നോമ്പ് നോക്കുന്നത്. ക്ലിയർ ആയല്ല? രണ്ടാമത്തെ ഹദീസ് ആയിഷത്തു സിദ്ദീഖയിൽ നിന്നുള്ള ഹദീസാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് ശേഷം ശഅബാൻ പോലെ ഇത്ര നോമ്പ് നോക്കുന്ന ഒരു മാസം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഹബീബ് അങ്ങ് നോമ്പ് നോക്കാൻ തുടങ്ങും. ഏതുവരെ? ഇനി ഒരിക്കലും മുറിക്കൂല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് വരെ. ശരി പറഞ്ഞ ഇനി റമദാൻ വരെ മിക്കവാറും നോമ്പ് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ അങ്ങ് വിലയിരുത്താൻ തുടങ്ങും. ഞങ്ങളുടെ അഭിപ്രായം പറയും. ഭാര്യമാരെ, പെട്ടെന്ന് ഒരു ദിവസം നോമ്പ് അങ്ങ് നിർത്തും റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ ആയിഷ ബി പറഞ്ഞു, പിന്നെ കുറച്ച് ദിവസത്തേക്ക് നോമ്പേ ഇല്ല. അപ്പൊ ഞമ്മ വിചാരിച്ചു ഇനി നോമ്പ് നോക്കൂല, പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ ശഅബാൻ ഭൂരിപക്ഷവും നോമ്പിലാണ്. വളരെ കുറച്ചേ റസൂലുള്ളാഹി തങ്ങൾ നോമ്പ് ഒഴിവാക്കാറുള്ളൂ. ആയിഷത്തു സിദ്ദീഖാന്റെ ഹദീസ്. കൂടാതെ വേറൊരു കാര്യം കൂടെ ആയിഷത്തു സിദ്ദീഖ പറഞ്ഞിട്ടുണ്ട് സഹോദരിമാർക്ക് വേണ്ടിയിട്ട്. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, ഖലാഉള്ള നോമ്പിന് ഞങ്ങൾക്ക് സൗകര്യം കിട്ടല് ശഅബാൻ മാസത്തിലാണ്. ഖലാവ് പെണ്ണുങ്ങൾക്ക് നോമ്പ് ഖലാവില്ലേ? ഹൈദ് നിഫാസ് ഒക്കെ ഖലാവില്ലേ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഖിദ്മത്തുമായി കഴിഞ്ഞുകൂടുമ്പോൾ നോമ്പ് ഖലാവ് കിട്ടാൻ സമയം കിട്ടുമായിരുന്നില്ല ഞങ്ങൾക്ക്. അഷ്റഫുൽ ഖൽഖ് ശഅബാൻ നോമ്പുമായിട്ട് പോകും. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്തിലാണ്, അവിടെ ഞങ്ങൾ ഫ്രീ ആണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ഖലാ നോമ്പെല്ലാം നോക്കലേ എന്ന് പറഞ്ഞ ആയിഷത്തു സിദ്ദീഖ. വളരെ ക്ലിയറായി ശഅബാൻ മാസത്തെ നോമ്പ്. ഇനി ശഅബാൻ 15 സംബന്ധിച്ചു ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബലിൽ നിന്ന് സഹിഹായ സനദോടെ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ഖൽഖി അലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 അഥവാ ശഅബാൻ അവസാനത്തെ 10 രാത്രി. ഇപ്പൊ 16 രാത്രിയാണ്, 15 അസ്തമിച്ചുള്ള രാത്രിയാണ്. 15 അസ്തമിച്ച് 16 നിസ്ഫുൽ അഖീർ, രണ്ടാമത്തെ പകുതിയുടെ രാത്രി എന്ന് പറയുമ്പോൾ 16 രാത്രിയായി. ആ രാത്രിയിൽ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ മേൽ വെളിവാകും. എങ്ങനെ? അള്ളാഹു ആലം. നമ്മൾ അറിയാം. ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ ഗവേഷണം ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ജോലി തന്നെ അതാ. ആവശ്യമില്ലാത്ത കിട്ടിയ വലിയ ബുദ്ധിയാകുമ്പോൾ വലിയ ബുദ്ധി സാമർത്ഥ്യം, ഭയങ്കര ഗവേഷണം, പിന്നിട്ട് ഇങ്ങനെ മറ്റേ കുന്ത്രാണ്ട പെട്ടി മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തത് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യം അറിയാനേ. എന്താ അറിയുന്ന ഇതേപോലത്തെ ദുആ വല്ലതും പഠിക്കോ? ഒരു മാസം ഒരു ദുആ പഠിച്ചാൽ ഒരു കൊല്ലത്തിൽ 12 ദുആ പഠിച്ചൂടെ? ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ വല്ലപ്പോഴും? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫയഗ്ഫിറുല്ലാഹു ലിൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അന്നത്തെ ദിവസം അല്ലാഹു കഴിഞ്ഞ 11 മാസത്തെ സകല പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. വയുംലി ലിൽ കാഫിരീൻ, കാഫിരീങ്ങളെ അല്ലാഹു തആല മാറ്റി നിർത്തുന്നതാണ്. വയദഉ അഹ്ലൽ ഹിഖദ്, പരസ്പരം ശണ്ടിയും പോരും വെറുപ്പുമായിട്ട് നടക്കുന്നവനെ അല്ലാഹു അവഗണിക്കുന്നതാണ്. പക്ഷെ ശഅബാൻ 15 രാത്രിയുടെ പ്രത്യേകത മനസ്സിലായല്ല? വേറൊരു ഹദീസ്, യഗ്ഫിറുല്ലാഹു ലിൽ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും പുറത്തു കൊടുക്കും, ഇല്ലാ മുശ്രിക്കുൻ, ജാറത്തിൽ പോകുന്നവനൊഴിച്ച്, ഔ മുശാഹിൻ, എപ്പോഴും തർക്കവും ഫസാദും ഗീബത്തും നമീമത്തുമായിട്ട് നടക്കുന്നവനൊഴിച്ച്. അങ്ങനെ എപ്പം പ്രശ്നം, മൊബൈൽ ഫോൺ എടുത്താൽ പ്രശ്നം. നേരം വെളുക്കുമ്പോഴത്തെ നോക്കുമ്പോൾ അവൻ അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്, മറ്റവൻ അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്. സാമൂഹികമായ ചീത്തവർച്ചൽ, വ്യക്തിപരമായ ചീത്തവർച്ചൽ, ഇതിങ്ങനെ കേട്ടിട്ട് ചിരിക്കുന്ന കുറെ അറാബിയാണ്. ദുനിയാവിന്റെ കഥയാണിതേ. അല്ലാഹു തആല പറഞ്ഞു, ശഅബാൻ 15 ഞാൻ അവനെ അവഗണിക്കും, അവൻ ഞാൻ ശ്രദ്ധിക്കൂല. മുഷാഹിൻ എന്നാ പറഞ്ഞു. മുഷാഹിൻ, പരസ്പരം വെറുപ്പും പോരും ശത്രുതയും ഗീബത്തും നമീമത്തും കൊണ്ട് നടക്കുന്നവൻ. പിന്നെ ജാറത്തിൽ പോകുന്നവൻ. വല്ലാഹി ജാറത്തിന്റെ അഹ്ലുകാർക്ക് ശഅബാൻ 15 ഒരു പ്രത്യേകതയില്ല. ഇതാണ് ശഅബാൻ 15 പ്രത്യേകത. ശഅബാൻ 15 പ്രത്യേകമായിട്ടൊരമലുണ്ടോ? ഇല്ല. റജബ് മാസം പോലെ
ശഅബാൻ 15 ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അള്ളാഹ് ഔദാര്യമായിട്ട് പുറത്തു കൊടുക്കും. ഏതായാലും എനിക്ക് അള്ളാഹ് പുറത്തു തരികയല്ലേ, അതുകൊണ്ട് എന്റെ വക ഇരിക്കട്ടെ ഒരു നോമ്പ്, ബറാത്ത് നോമ്പ് ഇത് പേരും ഇല്ല. വല്ലാഹി അങ്ങനെ ഒരു നോമ്പില്ല. അത് അള്ളാഹിനെ പറ്റിക്കുന്ന നോമ്പാണ്. ഒരു ജൂതൻ ഉണ്ടാക്കിയ ഹദീസുണ്ട്, ഖൂമു ലൈലഹ വസൂമു നഹറഹ. ശഅബാൻ 15 രാത്രി നിസ്കരിക്കണം, പകല് നോമ്പും നോക്കണം. അത് നിക്കാരത്തോടെ നിക്കാരം. 101 നിൽക്കാം. ഒരു ദിവസം ദുബൈനാന്ന് തോന്നുന്നു, താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തൊരു പള്ളിയിൽ രാത്രി 12 മണിക്ക് ഭയങ്കരമായ നിസ്കാരം. മനസ്സിലാകുന്നില്ല, ശഅബാൻ 15 എന്നാ. അപ്പൊ 10 മണിക്ക് തുടങ്ങിയതാ, സുബീക്കാ തീർന്ന നിസ്കാരം. 101 റക്അത്താ പോലും. കൊല്ലും കൊല്ലി അൽക്കാഫറോ. അപ്പൊ ഈ പട്ടാണികൾ, പാകിസ്ഥാനികളും അഫ്ഗാനികളോട് പള്ളിന്റെ വരാതിരുന്നിട്ട് ഇങ്ങനെ നിൽക്കാരത്തോട് നിൽക്കാരോ ശഅബാൻ 15 എന്ന്. അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് തരീക്കത്തിന്റെ ആൾക്കാർ ഇല്ല. അത് അള്ളാഹിനെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. അള്ളാഹ് ഔദാര്യം ചെയ്ത് തരുന്നതിന് പകരം കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടാ പറ്റുക? കൂട്ടർ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹ് പുറത്തുതരും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതായാലും അള്ളാഹ് പുറത്തുതരും, അതുകൊണ്ട് അള്ളാഹ് കിട്ടും. പിന്നെ പണ്ടൊരു കഥ പഠിച്ചിട്ടില്ലേ, ആനച്ചേൻ്റെ കഥ പഠിച്ചിട്ടില്ല സ്കൂളിൽ നിന്ന്? ആനച്ചേനെ രാജാവിന് കൊണ്ട് കൊടുത്ത കഥ അതുപോലെയോ അവസാനം. വേണ്ട, ഒന്നും വേണ്ട. ആ ശഅബാനാണ്. അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങി. ഇന്ന് വെള്ളിയാഴ്ച, ശനിയാഴ്ച തുടങ്ങണ്ട. ഞായറാഴ്ച മുതൽ നോമ്പ്, ഞായറാഴ്ച നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, ചൊവ്വാഴ്ച നോമ്പ്, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ്, വെള്ളി ഒഴിവാക്ക്, ശനി ഒഴിവാക്ക്, പിന്നെയും നോമ്പ്, പിന്നെയും നോമ്പ്. അങ്ങനെ പോട്ടെ പറ്റൂലേ? ഇൻഷാ അല്ലാഹ് ശഅബാനെ ആദരിക്കാൻ, ശഅബാന് സ്വാഗതം. അതേ മഹാൻ പണ്ഡിതന്മാര് പറഞ്ഞു, ശഅബാൻ മാസം പരിശീലനത്തിനുള്ളതാണ്. ശഅബാൻ പരിശീലനത്തിനുള്ളതാണ്, റമളാൻ പരിശ്രമത്തിനുള്ളതാണ്. ഭാഷ മനസ്സിലായോ? പരിശീലനം, പരിശ്രമം. അതായത് റമളാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലിക്കേണ്ടത് ശഅബാനിലാണ്. റമളാനിലെ നോമ്പ് ശഅബാനിൽ നോറ്റ് ശീലിക്കണം. റമളാനിലെ ഖുർആനോത്ത് ശഅബാനിൽ ഓതി ശീലിക്കണം. ഇബ്നു റജബുൽ ഹംബലി അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ശഅബാൻ പിറന്നാ പിന്നെ നോമ്പ് ഒഴിവാക്കൂല, സുന്നത്തിന് വേണ്ടി 1-2 ഒഴിവാക്കും. ഞാൻ ഖുർആനെ ഓതിക്കൊണ്ട്. എന്തിന്? ഇതെല്ലാം എനിക്ക് റമളാനിൽ പ്രാക്ടീസോടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹദീസിന്റെ അമൽ അങ്ങനെയാണെന്ന് അർത്ഥം. അതുകൊണ്ട് ഇത് ശഅബാനാണ്. ഇന്ന് 7, 8 എത്രയെന്ന് എനിക്കറിയില്ല. കാളിമാരൊക്കെ എന്താ തീരുമാനിച്ചത് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ വന്നത്. എന്നാ പിന്നെ സൗദിയിൽ 8 ഇന്ന്, ഇവിടെ നിങ്ങളെ പരിപാടി ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് 8, 7 എത്രയോ ആവട്ടെ, നാളെ മുതൽ അങ്ങ് തുടങ്ങിക്കോ ഖുർആൻ ഓതാൻ. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. റമളാനായിട്ട് അങ്ങനെ വേണ്ട. ഖുർആൻ ഓതിയതിൻ്റെ ബാക്കി റമളാനിൽ പൂർത്തിയാക്കുക. പക്ഷെ ഖുർആൻ കൊണ്ടും നോമ്പ് കൊണ്ടും അനുവദിക്കപ്പെട്ട നിസ്കാരങ്ങളെ കൊണ്ട് ശുഗലാഹി ശഅബാൻ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഈ വരാനിരിക്കുന്ന റമളാൻ വരുന്ന നൂറ്റാണ്ടിന് വേണ്ടി നമ്മളെ വക അള്ളാഹിൻ്റെ ദർബാറിൽ വല്ലതും സമർപ്പിക്കാനുള്ളതായിരിക്കണം. നമുക്ക് വേണ്ടി നാളെ ആഖിറത്തിലേക്ക് നിധിയാക്കി കൂട്ടിവെക്കാനുള്ളതായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു അതിനാവശ്യമായ സൗകര്യവും ആഫിയത്തും ഇൻശിറാഹുൽ ഖൽബ് മനസ്സിൻ്റെ തുറവിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ-റസൂലിൽ മുർത്തള. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه واتباعه أجمعين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وخذ الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في بلدك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين.
اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين وعلى الأنبياء والمرسلين وعلى صحابتك أجمعين والحمد لله رب العالمين.